അനാഥത്വത്തെ പറിച്ചെറിഞ്ഞ് 45 വൃദ്ധ മാതാപിതാക്കൾക്ക് ആധുനിക രീതിയിൽ വീടൊരുക്കിയ രണ്ടുപേർ ബാബു ലൗലി ദമ്പതികൾ. ഇവരുടെ 33ാമത് വിവാഹ വാർഷികമാണ് ഇന്ന്. ഒരുപക്ഷെ ലോകത്തിലേറ്റവും ദൈവിക അനുഗ്രഹം വാങ്ങുന്നതും ഇവരായിരിക്കാം. നിരാലംബർക്ക് തണലൊരുക്കാൻ ദൈവം നൽകിയ നിയോഗത്തെ ശിരസാ വഹിച്ചവർ. കരുതൽ വീടിന്റെ സ്ഥാപകരായ ബാബു ചെറിയാൻ, ലൗലി ബാബു ദമ്പതികൾക്ക് പെരുവിൽ ഫൗണ്ടേഷന്റെ അഥവാ കരുതൽ വീടിലെ മാതാപിതാക്കളുടെ ജീവനക്കാരുടെ വിവാഹ വാർഷിക ആശംസകൾ. ചൂടുവെള്ളം ഒഴിക്കുന്ന മകന് ചൂടുവെള്ളം ഒഴിക്കുന്ന പോലെ. പക്ഷേ ബാബുവിൻ്റെ അതേ മനസ്സോടെ നിൽക്കുന്നതാണ് ലൗലി ചേച്ചി. അവർ രണ്ട് തമ്മിൽ ഒരു കാര്യത്തിലും ഒരു ഭിന്നിപ്പില്ല. ഇങ്ങനെയുള്ള എന്ത് കാര്യം നന്മ ചെയ്യുന്നതിനാണ് എന്ന് ലൗലി ചേച്ചി ആയിരിക്കും പറയുന്നത് ഇന്നത് ചെയ്യാം. അങ്ങനെ തമ്മിലുള്ള ഒരു ഐക്യം ദൈവം കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പെരുതലുണ്ടാകണമെന്ന് തന്നെ നിർബന്ധമില്ല. അപ്പോൾ
ഈ ഒരു പ്രസ്ഥാനം അനേകം ബന്ധത്തിൽ അതൊന്നും എനിക്കറിയാവുന്ന ഒത്തിരി പേർക്ക് പക്ഷേ അവരുടെ ആരുടെ സർട്ടിഫിക്കറ്റ് ധാരണയൊക്കെ ചെയ്യുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ 10 പേര് ഒരു സാധനം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പോലെ അത്യാധുനിക സൗകര്യത്തോടെ നല്ല ഡിഗ്നിറ്റിയോടെ മരണം വരെ ഇത്രയും ഭംഗിയായിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ വാക്കുകൾ പറഞ്ഞ് ഇന്ത്യയിൽ ഇതുപോലെ സ്ഥാപനം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഒരു സ്ഥാപനത്തിന് ഉടൽക്കൂട്ടാകാൻ തങ്ങളുടെ അധ്വാനം മാറ്റിവെക്കാൻ അനുഗ്രഹിച്ച ദൈവത്തെ നന്ദി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, നല്ല കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഭൂമിയിൽ കർത്താവേ 2 പേര് ഒറ്റയ്ക്ക് നടക്കുന്നത് ഒറ്റയ്ക്കല്ല, ഒന്നിച്ചിരിക്കണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം ദൈവം ഉണ്ടാക്കിയ ഒരു ദൈവമാണ് വിവാഹം. അതിലൂടെ പിതാവെ അവരെ 2 പേരെയും ദൈവം ഒന്നിച്ചു. അനുഗ്രഹിക്കപ്പെട്ട മക്കളെ കൊണ്ട് തുടങ്ങിയ 33 വർഷം അവരെ നീ കാത്തു പരിപാലിച്ചു. ആപത്തനർത്ഥങ്ങളൊക്കെ ഉണ്ടായെങ്കിലും തീ അവരെ നശിപ്പിച്ച് കളയാതെ, വെള്ളം അവരെ മുക്കിക്കളയാതെ അവിടുത്തെ കണ്ണ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അത് മുഖാന്തരം ചില നന്മകൾ ഈ ദേശവും ഞങ്ങളെല്ലാവരും അനുഭവിക്കുവാൻ ഞങ്ങളെ പാത്രീഭൂതരാക്കിയത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുക. ഈ കുടുംബത്തെ ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനങ്ങളെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി നന്ദി. താങ്ക് യു. സന്തോഷമായി. ഞാനിവിടെ ഇല്ല, ആള് നല്ല ഉറക്കമാണ്. ഇപ്പോൾ എന്നോട് പറഞ്ഞ് വിളിക്കരുത്, രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകാനാണ്, അപ്പോൾ വിളിക്കരുത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഇങ്ങനെ നമ്മുടെ നിർമ്മല സിസ്റ്ററോടും മുരളിച്ചേട്ടനോടും സിന്ധുവിനോടും പറഞ്ഞോന്ന് എനിക്ക് സംശയമുണ്ട്. ഇങ്ങനെ പറഞ്ഞു 17-ാം തീയതി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഒന്ന് നമുക്കൊരു സ്പെഷ്യലായിട്ട് അപ്പച്ചമാർക്കും നല്ലൊരു ഒരു നേരത്തെ ഭക്ഷണം പ്രൊവൈഡ് ചെയ്ത് അവരോട് കൂടെ സന്തോഷം പങ്കുവെക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അത് ഇത്രയും ഓടി പിടിപ്പിച്ച് നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇന്നലെ വൈകിട്ട് ഞാൻ ഇങ്ങോട്ട് കയറി വന്നില്ല, ഇന്ന് രാവിലെയും ഇങ്ങോട്ട് കയറി വന്നില്ല. വന്നപ്പോഴേക്കും ആകെ മാറിയിരുന്നു. അപ്പോൾ നിങ്ങൾ വന്ന് നിങ്ങളുടെ കലാപരിപാടികൾ അവതരിപ്പിച്ച ഹാപ്പി ബൈജുവിന്റെ ഫാമിലിക്കും താങ്ക്സ് ഞാൻ പറയുന്നു. നിങ്ങൾ വളരെ നന്നായിട്ട് ചെയ്തു. അതുപോലെ ബൈജു ഇത് ഓർഗനൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തതിനും നന്ദി പറയുന്നു. സിനിക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയണം. സിനി ഇല്ലെങ്കിൽ ബൈജുവില്ല, അല്ലേ? അപ്പൊ അതുകൊണ്ട് പിന്നെ എല്ലാവരും സന്തോഷമായോ? പാട്ടൊക്കെ കേട്ട് അതാ ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങളുടെ എല്ലാമായിരിക്കുന്ന നിങ്ങളുടെ സന്തോഷമായിട്ടിരിക്കുക. നിങ്ങൾക്ക് പരമാവധി സന്തോഷം തരിക, അതാണ് ഞങ്ങളുടെ സന്തോഷം. അപ്പൊ അത് എല്ലാവരും വന്നതിൽ ദൈവത്തിന്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി